ഇന്നലെ കിട്ടാട്ടന്റെ വീട്ടിലും വന്നിന് പോലും. ഇതിപ്പോ സ്ഥിരമായല്ല. ഇതിപ്പോ ഓരോ ദിവസവും ഓരോ വീട്ടിലല്ലേ. രാത്രി ഒന്നും പിള്ളേർ പേടിച്ചിട്ട് പുറത്തിറങ്ങുന്നില്ലാന്ന്. കുണ്ടിലെ വളപ്പിലെ പോലീസാന്റെ വീട്ടിൽ വന്നിന് പോലും. പിന്നെ നമ്മളെ വീട്ടില് ശരി ശരി. ഒന്നും വേണ്ടേനോടാ, മൊത്തം ചെലവന്നെ. കല്യാണമായ പിന്നെ ചെലവുണ്ടാവില്ലടോ. ഒളിച്ചോടിയാലും മതിയേനു. ഇതന്നെ കിട്ടിയ ഭാഗ്യം. ഇതിപ്പോ എങ്ങനെ നടത്തുന്ന ഞാൻ വിചാരിക്കുന്നു. നടക്കണേ. രണ്ടും വരുന്നുണ്ടല്ലോ. എടാ എല്ലാം ഒരേ കളി തന്നെയാന്ന് തോന്നുന്നല്ലോ. എല്ലപ്പ നിങ്ങളിരുന്ന് കളിക്കുവേന്ന്. വീട്ടിലെന്തെല്ലാം പണിയുണ്ട്. എടാ ഇപ്പൊ ഈ കളി കഴിഞ്ഞപ്പാട് നമ്മൾ അങ്ങോട്ട് വരാൻ നിൽക്കും. എടാ ഇനി നിങ്ങളിപ്പടിയെ പോന്ന്. ഇവന്റെ അമ്മേന്റെ ഒരു ചോർച്ചപ്പാട് പഴയ സാധനം കൊണ്ട് വിൽക്കാൻ വേണ്ടിട്ട്. ഇതിലെന്താ ചാത്തണ്ട കോയമ്പോൾ നിർച്ചല്ല. നമ്മൾ താജിക്കാനെ കൊടുത്തിട്ട് വരാം. എടാ വേം വരണേ. ബാ. പഴയ സാധനം വിറ്റ് കല്യാണം കഴിക്കണ്ട അവസ്ഥ. കുറ്റം പറയാണ്ട് കളിക്കണേ. ഇയാൾ ഇത്ര വേം പൂട്ടിയാ? ഇതെന്താ സംഭവം? ആജിക്ക പൂട്ടല്ല. ആജിക്ക പൂട്ടല്ല, ഒരു സാധനം കൊടുക്കാനുണ്ട്. ആജിക്ക ഇതെടുക്കോ? ഇമ്മാതിരി ഇക്കുമത്ത് പിടിച്ച സാധനം നമ്മ എടുക്കൂല. ഇതിലെല്ലാം തന്നെ എന്തെല്ലാം കൂടത്തിനുണ്ടെന്ന് ആർക്കറിയാം. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് പോയിട്ട് കടല്ല പോയല എവിടെയും കൊണ്ട് പോയി ഇളക്കിക്കളാ. നമ്മളെടുക്കൂല ഇമ്മാ സാധനം. മാറി ഓരോ ചാത്തം കൂടോത്ര ഉണ്ടാവും. ഒന്നുണ്ടാകും. നീ അതിൽ വെച്ചാട്ടെ. പേടിയാ? എന്നാ നമുക്കിന്ന് നിർത്താം. നമുക്ക് കല്യാണം വീട്ടിലേക്ക് പോകാം. സംഭവം എന്തായാലും ഓക്കെ. ഇന്ന് രാത്രി മറ്റോനെ താലം പൊക്കണം. അതാ ആ സാധനം, അതാ നോക്കണ ആ സാധനം കാണുന്നില്ല. അതാണതാ. എടാ നമ്മള് കൊണ്ടുവന്ന സാധനം അവിടെ വെച്ചാണ്.